നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൂന്നാം ബലാത്സംഗ കേസിൽ ജയിലിൽ കഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു രാഹുലിൻ്റെ ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയത്. അതിന് പിന്നാലെ ഇന്ന് നിർണായകമായ നീക്കം രാഹുലിൻ്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുമുണ്ടാകും. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ ഇനി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന വിവരം പുറത്തു വന്നതാണ്. എന്തായാലും ഇന്നാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് രാഹുലിൻ്റെ അഭിഭാഷകർ ജാമ്യാപേക്ഷയുമായി നീങ്ങുന്നത്. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് സമീപിക്കുന്നത്. ഇവിടെ നിന്ന് ജാമ്യം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുന്നത്. ഇവിടെ നിന്ന് ജാമ്യം കിട്ടും എന്ന് കരുതുന്നു. എന്തായാലും ജാമ്യാപേക്ഷയുമായി നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗം നിലനിൽക്കുമെന്നതടക്കം പരാമർശങ്ങളോടെയായിരുന്നു തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ജാമ്യാപേക്ഷ നിഷേധിച്ചത്. ചട്ടവിരുദ്ധ അറസ്റ്റ് എന്ന വാദം ഈ പ്രതിഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് നോട്ടീസൊന്നും കൊടുത്തില്ല, നോട്ടീസൊന്നും കൊടുക്കാതെ പ്രതി അറസ്റ്റ് ചെയ്യുകയായിരുന്നു, പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നടക്കമുള്ള വാദങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചു. പക്ഷേ ഈ വാദങ്ങളൊന്നും വില പോയില്ല. കോടതി അംഗീകരിച്ചില്ല. പിന്നാലെയാണ് ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഇനി കേസ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്, ജാമ്യം കിട്ടുമോ, വാദങ്ങൾ അംഗീകരിക്കപ്പെടുമോ, പ്രതിഭാഗത്തെ വാദങ്ങൾ അംഗീകരിക്കപ്പെടുമോ എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത്. മാത്രമല്ല, ഈ അതിജീവിതകൾക്ക് നേരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നിലവിൽ ഉള്ളത്. നമുക്കറിയാം, ഈ അതിജീവിതമാർ ഇപ്പോൾ 3 പേരുണ്ട്. 3 പേർക്കെതിരെയും കടുത്ത അതിരൂക്ഷമായ സൈബർ ആക്രമണമുണ്ട്. ഇതെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം കിട്ടുന്നതിന് തിരിച്ചടിയായി മാറി. ബലാത്സംഗ കേസിൽ പാലക്കാട് MLA അറസ്റ്റിലായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. എന്തായാലും ജയിലിൽ, മാവേലിക്കര സബ് ജയിലിലാണ് MLA ആയിരിക്കുന്നത്. എന്തായാലും ഈ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ഇനി എന്താണ് പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തീരുമാനം. ഇവിടെയും തള്ളുകയാണെങ്കിൽ അടുത്ത് മേൽക്കോടതികളിലേക്ക് സമീപിക്കാനായിരിക്കും നീക്കം. ജാമ്യത്തിനായുള്ള കഠിന പരിശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. സെഷൻസ് കോടതി എന്നത് ഒരു ജില്ലയിലെ പരമോന്നത ക്രിമിനൽ കോടതിയാണ്. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്നുള്ള ആദ്യ കോടതിയുമാണ് സെഷൻസ് കോടതി. എന്തായാലും സെഷൻസ് കോടതിയിലേക്ക് കേസ് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? രാഹുലിൻ്റെ അഭിഭാഷകരുടെ വാദങ്ങളൊക്കെ വില പോകുമോ? അവർ ഉന്നയിക്കുന്ന വാദങ്ങൾ, അവർ പറയുന്ന വാദങ്ങൾ, അതെല്ലാം വില പോകുമോ? അതെല്ലാം അംഗീകരിക്കപ്പെട്ട് രാഹുലിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ? തിരിച്ചടിയാകുമോ വീണ്ടും അവിടെ നിന്ന് എന്നതും ഒരു ചോദ്യമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകും. എന്തായാലും ഗുരുതരമായ വകുപ്പുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജാമ്യം കിട്ടുക എന്നത് വളരെ കഠിനമായ ഒരു കടമ്പ തന്നെയാണ്. വിദേശത്തുള്ള തിരുവല്ല സ്വദേശിനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3ാമത് ബലാത്സംഗ പരാതിയുമായി രംഗത്തെത്തിയത്. വിവാഹ ജീവിതത്തിൽ പ്രശ്നമുണ്ടായ ഘട്ടത്തിലാണ് രാഹുൽ സാമൂഹ്യ മാധ്യമങ്ങളോട് ബന്ധം സ്ഥാപിച്ചതെന്നും ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഹോട്ടൽ മുറിയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തെന്നും പരാതിയിൽ ആരോപിക്കുന്നു. മർദ്ദിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. പിന്നീട് വിവാഹ വാഗ്ദാനം നൽകി. ബന്ധം അകലാതിരിക്കാൻ കുഞ്ഞ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഗർഭം ധരിച്ചപ്പോൾ രാഹുലിന്റെ സ്വഭാവം മാറി. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു. തന്നെയും കുടുംബത്തെ ഭീഷണിപ്പെടുത്തി. സാമ്പത്തികമായി വലിയ രീതിയിൽ ചൂഷണം ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളാണ് യുവതിയുടെ പരാതിയിൽ ഉണ്ടായിരുന്നത്. കോടതിയുടെ കണ്ടെത്തൽ പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗം ചെയ്തുവെന്നതിന് തെളിവുണ്ട് എന്നതാണ്. ആ ഒരു പ്രഥമ ദൃഷ്ട്യാ ബലാത്സംഗം നടന്നു എന്ന ഉള്ളതുകൊണ്ട് തന്നെ ഇയാളുടെ ജാമ്യാപേക്ഷ തള്ളപ്പെടുകയായിരുന്നു. രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് തിരുവല്ല 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രഥമ ദൃഷ്ട്യാ ഇത്തരത്തിൽ ബലാത്സംഗം നടന്നതിന് തെളിവുണ്ടെന്ന് നിരീക്ഷിച്ചിരിക്കുന്നത്. ശാരീരിക ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്ന രാഹുലിൻ്റെ നിരന്തരമായുള്ള വാദം കോടതി ഒറ്റ നിമിഷത്തിൽ തള്ളി. പരാതിക്കാരി വിവാഹിതയാണെന്ന് അറിയില്ലായിരുന്നുവെന്ന നിലപാടും കോടതിയിൽ വില പോയില്ല. പ്രതിക്കെതിരായ ആരോപണങ്ങൾ അതീവ ഗുരുതരമാണെന്ന് 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് നിരീക്ഷിച്ചു. ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ പിന്തുണ നൽകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയുടെ വിശ്വാസം നേടിയത്. തിരുവല്ലയിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ പരാതിക്കാരിയെ കൊണ്ട് തന്ത്രത്തിൽ മുറിയെടുപ്പിക്കുകയും ഹോട്ടലിലെ രജിസ്റ്ററിൽ പേര് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ള തരത്തിൽ എഴുതിക്കുകയും ചെയ്തു. മുറിയിൽ പ്രവേശിച്ചയുടൻ രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്യുകയാണ് ഉണ്ടായത്. അടിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തു. ഈ സംഭവങ്ങളെ തുടർന്നാണ് അതിജീവിത ഗർഭിണിയായത്. പിന്നീട്
പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് രാഹുൽ അവരെ ഭീഷണിപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഉള്ളത്. എന്തായാലും ഈ പ്രതിഭാഗം ഉന്നയിക്കുന്ന ചില വാദങ്ങൾ, അതായത് പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകൾ ഉണ്ടായി, അത് പ്രതിഭാഗം എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് പ്രഥമ വിവര റിപ്പോർട്ടിൽ പരാതിക്കാരി 3 ദിവസത്തിനകം ഒപ്പുവെച്ചില്ല, മെഡിക്കൽ പരിശോധന വൈകി, അറസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിച്ചില്ല തുടങ്ങിയ രാഹുലിന്റെ വാദങ്ങൾ സുപ്രീം കോടതി ഉത്തരവുകൾ ഉദ്ധരിച്ച് കോടതി തള്ളി. FISൽ 3 ദിവസത്തിനകം ഒപ്പുവയ്ക്കാതിരുന്നാലുള്ള പ്രത്യാഘാതങ്ങൾ ഭാരതീയ ന്യായ സംഹിതയിൽ പറഞ്ഞിട്ടില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് രേഖാമൂലം കാരണങ്ങൾ അറിയിച്ചില്ലെന്ന വാദവും നിലനിൽക്കില്ല. കോടതിയിൽ ഹാജരാക്കുന്നതിന് 2 മണിക്കൂർ മുൻപ് രേഖാമൂലം കാരണങ്ങൾ നൽകിയാൽ മതിയെന്ന് സുപ്രീം കോടതി വിധിയുണ്ട്. പ്രതി MLA ആണ്. സമാനമായ കുറ്റകൃത്യങ്ങൾ നേരത്തെയും ചെയ്തതായി ആരോപണമുണ്ട്. പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്താനും സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്നും കോടതിയുടെ നിർണായക നിരീക്ഷണം. തെളിവ് നശിപ്പിക്കാനും അന്വേഷണം അട്ടിമറിക്കാനും ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാൻ കോടതി തയ്യാറല്ലെന്നും മജിസ്ട്രേറ്റ് ഉത്തരവിൽ വ്യക്തമാക്കി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയുടെ ഐഡന്റിറ്റി താൻ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് ഫെനി നൈനാൻ. തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല താൻ പുറത്തുവിട്ടതെന്നും അവരുമായി ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകൾ കൈവശമുണ്ട് എന്നും ഫെനി പറഞ്ഞു. അതെല്ലാം ശാസ്തമംഗൽ, അതായത് ആദ്യം മുതൽ സംസാരിക്കുന്ന ചാറ്റുകളുണ്ട്, അവയെല്ലാം ശാസ്തമംഗൽ അജിത് സാർ, അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി വേട്ടയാടാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കേസെന്നും തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിന്റെ നിയമസാധുത ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഫെനി നൈനാൻ പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്ത് ഫെനി നൈനാന്റെ നീക്കം തന്നെ അധിക്ഷേപിക്കാനാണ് എന്നായിരുന്നു മൂന്നാം അതിജീവിതയുടെ ആരോപണം. തന്റെ ചാറ്റുകളിൽ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഭാഗങ്ങൾ മാത്രം എടുത്ത് പുറത്തുവിടുകയാണ് ഫെനി ചെയ്തതെന്ന് അതിജീവിത ആരോപിച്ചു. കാര്യങ്ങൾ സംസാരിച്ച് തീർപ്പാക്കാനാണ് താൻ ശ്രമിച്ചതെന്നും രാഹുലുമായുള്ള ബന്ധത്തിൽ ഗർഭമലസി ബുദ്ധിമുട്ടിലായി തന്നെ അധിക്ഷേപിക്കും വിധമായിരുന്നു രാഹുലിന്റെയും സുഹൃത്തുക്കളുടെ നീക്കമെന്നും അതിജീവിത ആരോപിച്ചു. 2024 ജൂലൈയിലാണ് ഫെനിയെ പരിചയപ്പെടുന്നതെന്നും 2025 നവംബർ വരെ ഫെനിയുമായി അടുത്ത സൗഹൃദമുണ്ടായിരുന്നുവെന്നും അതിജീവിത പറയുന്നു. 2024 മെയ് മാസത്തിലാണ് രാഹുലുമായുള്ള ബന്ധത്തിൽ ഗർഭിണിയായി മിസ്കാരേജ് സംഭവിച്ചത്. രാഹുൽ തന്ന സ്ട്രെസ്സിന്റെയും ട്രോമയുടെയും ഫലമായാണ് അത് സംഭവിച്ചത്. മാനസികമായും ശാരീരികമായും ആകെ തകർച്ച നേരിട്ട സമയമായിരുന്നു അത്. കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു, ജോലി നഷ്ടപ്പെടുന്നു, വലിയ പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. അപ്പോഴാണ് ഫെനി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത് എന്നതടക്കമുള്ള നിർണായക വെളിപ്പെടുത്തലുകളും അതിജീവിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.